ജപമാല മാസമായതുകൊണ്ട് നമുക്ക് ജപമാലയുടെ ഒറിജിനെ കുറിച്ചൊന്ന് അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗബ്രിയേൽ മാലാഖ മാതാവിനെ അഭിസംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. അതായത് ദൈവത്തിൽ നിന്ന് തന്നെ വന്ന വാക്കുകളാണ് ദേവദൂതനിലൂടെ മറിയം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതേ വാക്കുകളാണ് നമ്മൾ ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷവും ജപമാലയുടെ ഭാഗമായി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചൊല്ലുന്ന ജപമാലയുടെ ഫോർമാറ്റ് ഉണ്ടല്ലോ, പുറത്ത് വന്നതിന്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് 13ാം നൂറ്റാണ്ടില് സ്പെയിനിൽ ഒരു പാഷണ്ഡത അല്ലെങ്കിൽ ഒരു ഹെരസി പടരുന്നുണ്ടായിരുന്നു. ഹെരസി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ക്രിസ്തീയ വിശ്വാസ രീതികൾക്കെതിരെ വരുന്ന ഏതൊരു പഠന രീതിയും ഒരു ഹെരസി എന്ന് ക്ലാസിഫൈ ചെയ്യപ്പെടും. അതേസമയം സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു സെയിന്റ് ഡൊമിനിക് ഡി ഗുസ്മാൻ. ഈ സെയിന്റ് ഡൊമിനിക്കിന്റെ ഒരു വിഷനിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. വിഷനിൽ മാതാവ് പറഞ്ഞത് ഇതാണ്: റോസറി എന്നുള്ളൊരു പ്രാർത്ഥനാ രീതി പുറത്തിറക്കണം. ഈ പ്രാർത്ഥനാ രീതിയിലൂടെ സ്പെയിനിലെ ഈ ഹെരസിയുടെ കൈകളിൽ നിന്നും രക്ഷിക്കാം. ഇതിന്റെ കൂടെ ഒരു പ്രോമിസും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇത് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ, അവരുടെ ഹൃദയം എത്ര കാഠിന്യം ഉള്ളതാണെങ്കിലും ക്രിസ്തുവിലേക്ക് ഇവർക്ക് തിരിച്ചു വരാൻ അത് മാത്രം മതി. കാരണം ജപമാല ഒരു ആയുധം തന്നെയാണ്.